ഇന്ന് നമുക്കൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഒരു 1.5 കിലോ മീനാണ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത്. വിഷയുള്ള ഏത് മീനും നല്ലതാണ്. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര്, ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് ഈ പൊടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. തേക്കാൻ പാകത്തിന് ഇത്തിരി പേസ്റ്റാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അത് മീനിൽ പുരട്ടി നമുക്ക് 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെക്കുകയാണ് ചെയ്തത്. പറ്റുന്നതും എല്ലാ കഷ്ണങ്ങളിലും പുരട്ടി വെക്കുക. ഞാൻ ലുലുവിൽ മേടിച്ച നല്ല നീളമുള്ള ബാസ്മതി റൈസാണ് എടുത്തത്. 3 ഗ്ലാസ് എടുത്ത് കുതിർക്കാൻ വെച്ചു. 25 മിനിറ്റാണ് നമ്മൾ കുതിർക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കാന്താരി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, സവാള, 4 സവാള മസാലയ്ക്കും 1 സവാള വറുത്ത് കോരാനും വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 2 എടുക്കും. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ച് മീനെടുത്ത് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടാണ് വറുക്കുന്നത്. ഓക്കെ, അത് വറുത്ത് എടുക്കുക. ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ആ വറുത്ത എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി പേസ്റ്റ് നമ്മളിടുകയാണ്. ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് ഒന്ന് മണം പോകുന്നൊരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇതാക്കിയെടുക്കും. ഓക്കെ, അതൊന്ന് പച്ചമണം അങ്ങ് മാറുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് സവാള ഇടാം. 4 സവാളയാണ് ഞാൻ എടുത്തത്. അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അരി വേവിക്കാനായിട്ട് 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, ആ രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും ഓയിലും കൂടെ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് നമ്മൾ കുറച്ച് സവാള വറുത്ത് കോരി എടുക്കണം. ഒപ്പം തന്നെ ഇപ്പോഴത്തെ മസാലയുടെ സവാള നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വറുത്ത് കോരിയ സവാള നന്നായിട്ട് ബ്രൗണായി, അത്രയും ആയാൽ മതി. ഇനി അതിരുന്ന് ബ്രൗൺ ആയിട്ട് ഇനി നമുക്ക് മസാലയിലോട്ട് നമുക്ക് കുറച്ച് ഒരു തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ 1 2 ആണെങ്കിൽ, ചെറുതാണെങ്കിൽ 2. ഓക്കെ, അതിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ നമ്മൾ ബിരിയാണി മസാലയാണ് ഇടുന്നത്. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യാനുസരണം ഇടും. ഓക്കെ, ഇനി നമുക്ക് സവാള വറുത്ത് കോരിയ എണ്ണയുണ്ടല്ലോ, അതിലോട്ട് 1 സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്ര ഇടാം. ബേ ലീഫൊക്കെ ഇടാം. എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ജാതിപത്രിയൊക്കെ ഇടാം. അതിലേക്ക് കഴുകി കുതിരാൻ വെച്ചിരുന്ന അരിയെടുത്ത് അതിലോട്ടിടാം. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അരി ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കും. അത് വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. അരി പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ തിളയ്ക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് തിളച്ച് വന്നിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, നാരങ്ങ നീര്, നെയ്യ് ഇത്ര ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കും. ആ മസാലയിലോട്ട് നമുക്ക് ഒരു പിടി മല്ലിയില ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കട്ടകളൊക്കെ കളഞ്ഞെടുക്കുന്ന തൈര് നമുക്കിടാം. ഓക്കെ, 3 ടേബിൾ സ്പൂൺ തൈരൊക്കെ ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം.
അപ്പോൾ ഇവിടെ ഒന്ന് അരി നോക്കുമ്പോൾ കുറച്ച് വെള്ളമുണ്ട് ബാക്കി, അത് മൂടി വെക്കാം. അപ്പോഴത്തേക്കും ഇവിടെ തൈരും ഒക്കെ മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. മീൻ പൊട്ടി പോവാതെ മിക്സ് ചെയ്തെടുക്കാമേ. എന്നിട്ട് അതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അരിയിൽ കറക്റ്റായിട്ട് വെള്ളം ഇത്തിരി ഒരു ഈർപ്പമുണ്ട്, അത് മതി, ഓഫ് ചെയ്യാം. ബാക്കി ഇരുന്ന് ആയിക്കോളും. അതുകൊണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ വറ്റിക്കാൻ നിൽക്കേണ്ട. നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷെ അത്ര മതി. ഇവിടെ മീൻ മസാലയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്ക് ദമ്മാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന നോൺ സ്റ്റിക്കായിട്ടുള്ള തവ ഉണ്ടാവുമല്ലോ, ആ തവ നമ്മൾ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ഒരു ചട്ടിയിലോട്ട്, ഇത് ഞാൻ നോൺ സ്റ്റിക്ക് തന്നെ എടുത്തേക്കുന്നത്, അതിലേക്ക് പകുതി മീൻ മസാല ഇട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പകുതി ചോറ് ഇടാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന പാലും മഞ്ഞൾപ്പൊടിയും മസാലയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പകുതിയോളം അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെയും നമ്മൾ ബാക്കിയുള്ള മീൻ മുഴുവനും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ബാക്കി ചോറും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. അങ്ങനെ നമ്മൾ ചോറ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് ആ പാല് മുഴുവനും ബാക്കി ഒഴിക്കുക. പിന്നെ നമുക്ക് നെയ്യ് ഒഴിക്കാം. പിന്നെ നമുക്ക് സവാളയും കൂടെ വെതറി ചൂടായ നോൺ സ്റ്റിക്ക് തവയുടെ മുകളിലോട്ട് വെച്ച് തീ കുറച്ച് വെച്ച് മൂടി വെക്കും. 10 മിനിറ്റ് അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി മീൻ ബിരിയാണി റെഡിയാണ്. അത് നമുക്ക് എങ്ങനെ വിളമ്പാന്ന് നോക്കാം. അത് മീനിട്ട് ഒന്ന് ചോറിട്ട് ആ പാത്രത്തിൽ മത്തി വെച്ച് ഇതുപോലെ വിളമ്പാം. മീൻ ബിരിയാണി റെഡി. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.